ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിമാന സർവീസുകൾ നിലവിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി ജൂൺ 30 വരെ സമർപ്പിക്കാം. se.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്കുള്ള മിഠായി പദ്ധതിയുടെ ആനുകൂല്യം അനുവദിക്കുന്നതിന് കുടുംബങ്ങളുടെ വാർഷിക വരുമാന പരിധി നിലവിലെ 2 ലക്ഷത്തിൽ നിന്നും വർദ്ധിപ്പിക്കാനാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. 18 വയസ്സിന് മുകളിലുള്ള അർഹരായവർക്കും ടൈപ്പ് 1 പ്രമേഹത്തിനുള്ള മരുന്നുകൾ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. മേലുകാവ്, നിരണം, ഒറ്റൂർ പഞ്ചായത്തുകൾ പുരസ്കാരത്തിന് അർഹമായി. കർണാടകയുടെ 25ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. G. പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. പുറത്താക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് MLA ഋതബ്രത ബാനർജി പശ്ചിമബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. 60ഓളം MLAമാർ ഇദ്ദേഹത്തെ പിന്തുണച്ചു. മമതാ ബാനർജി വിഭാഗം ശോഭൻദേവ് ചതോപാധ്യായയെ പ്രതിപക്ഷ നേതാവായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 21ആയി. 40ഓളം പേരെ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള പോർട്ടലിൽ ഇതുവരെ 40,000-ലധികം അപേക്ഷകൾ ലഭിച്ചതായി ബോർഡ് അറിയിച്ചു. വെരിഫിക്കേഷനുള്ള 4,900-ലധികം അപേക്ഷകളും പുനർമൂല്യനിർണ്ണയത്തിനുള്ള 39,000-ലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2ാം റൌണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.